ഇടുക്കി തൊടുപുഴയിൽ SNDP പ്രകടനത്തിനിടെ യൂത്ത് ലീഗിനെതിരെ പ്രകോപന മുദ്രാവാക്യം. പാണക്കാട്ട് നിന്നും അനുമതി വാങ്ങി വെള്ളാപ്പള്ളിയെ തെരുവിൽ അധിക്ഷേപിക്കാൻ അനുവദിക്കില്ല എന്നതാണ് മുദ്രാവാക്യം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ഈ മുദ്രാവാക്യം അത് എത്രത്തോളം പ്രകോപനപരമാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ജാഥ എന്തിന്റേതായിരുന്നു? പ്രവിധ കഴിഞ്ഞ ദിവസം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ യൂത്ത് ലീഗ് തൊടുപുഴയിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇതിനിടയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും അതുപോലെ തന്നെ സുകുമാരൻ നായർക്കെതിരെയും അധിക്ഷേപ രീതിയിൽ മുദ്രാവാക്യം മുഴക്കി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും SNDPയുടെ വിവിധ യൂണിയനുകൾ പല സ്ഥലങ്ങളിലായി പ്രതിഷേധ പ്രകടനം നടത്തിയതിൽ തൊടുപുഴ യൂണിയൻ നടത്തിയ പ്രകടനത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രകോപന മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത് SNDP പ്രവർത്തകർ എന്നുള്ളതാണ്. യൂത്ത് ലീഗിനെതിരെ നേരിട്ട് പോരിന് വരാൻ വെല്ലുവിളിക്കുകയായിരുന്നു. മാത്രമല്ല, പാണക്കാട്ട് നിന്നും അനുമതി വാങ്ങി വെള്ളാപ്പള്ളിയെ തെരുവിൽ അധിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും മുദ്രാവാക്യത്തിൽ പറയുന്നു. ഇത്തരം പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം നടത്തിയ ആഹ്ലാദ പ്രകടനമുണ്ട്. അതിനിടയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരായ പ്രതിഷേധ പ്രകടനമാണ് SNDP പലയിടങ്ങളിലും നടത്തുന്നത്. ശരിയാണ്. വെള്ളാപ്പള്ളി നടേശൻ മുൻപ് ഉന്നയിച്ച ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് പോലും അദ്ദേഹം യോഗനാഥത്തിൽ എഡിറ്റോറിയൽ എഴുതിയതാണ്. ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനവും ആരോപണവുമാണ് ഉന്നയിച്ചത്. ഇത് പക്ഷേ അതിന് മുമ്പ് നടന്നൊരു പ്രകടനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് ലീഗ് വിജയാഹ്ലാദ പ്രകടനത്തിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത്. ലീഗ് നേതാക്കൾ അങ്ങനെ കാര്യമായി അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ അണികൾ തെരുവിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുന്ന നിലയിലേക്ക് പോകും. അതാണ് ഇപ്പോൾ SNDPയുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.